നമസ്കാരം. അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആൻ മരിയാജയ്. പ്രധാന വാർത്തകൾ. ഇത് വിശ്വാസം സൂക്ഷ്മമായി പരിശോധിക്കപ്പെടുന്ന സമയമെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. JB കോശി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സബ്മിഷൻ, മറുപടിയില്ലാതെ മന്ത്രി. സിംഗപ്പൂർ രാജ്യാന്തര റോബോട്ടിക്സ് മത്സരത്തിൽ ചരിത്ര നേട്ടം കുറിച്ച് മടമ്പം PKM കോളേജ്. ഉഴവൂർ സെയിന്റ് സ്റ്റീഫൻസ് കോളേജിൽ ക്വേഷ്യോ 26 അന്തർദേശീയ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തു. മിയാമി ജ്ഞാനായ അസോസിയേഷന്റെ KCCNA കൺവെൻഷൻ കിക്ക് ഓഫ് ഉജ്ജ്വലമായി. വാർത്തകൾ വിശദമായി. പൊതുമണ്ഡലത്തിൽ മനസാക്ഷി കൂടുതൽ പരീക്ഷിക്കപ്പെടുകയും വിശ്വാസം സൂക്ഷ്മമായി പരിശോധിക്കപ്പെടുകയും ചെയ്യുന്ന സമയമാണിതെന്ന് CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. ബംഗളൂരു സെയിന്റ് ജോൺസ് നാഷണൽ അക്കാദമി ഓഫ് ഹെൽത്ത് സയൻസസിൽ ആരംഭിച്ച ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ 37ാമത് വാർഷിക ജനറൽ ബോഡി സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ആശങ്കകൾക്കിടയിലും ധാർമ്മിക വ്യക്തത നൽകാൻ കഴിവുള്ള പ്രത്യാശയുടെയും ഉത്തരവാദിത്തത്തിന്റെയും മിഷണറിമാരായി മാറാൻ അദ്ദേഹം ബിഷപ്പുമാരെ ആഹ്വാനം ചെയ്തു. സാങ്കേതിക വിദ്യയുടെ, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ദ്രുതഗതിയിലുള്ള പുരോഗതിയിൽ മനുഷ്യത്വരഹിതമായ പ്രവണതകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയ അദ്ദേഹം എല്ലാ വികസനത്തിന്റെയും കേന്ദ്രബിന്ദുവായി മനുഷ്യനെ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. സഭയുടെ സിനഡാത്മക യാത്രയെ കൂടുതൽ ആഴത്തിലാക്കുകയും സഭാജീവിതത്തിൽ സാധാരണക്കാരുടെയും യുവാക്കളുടെയും സ്ത്രീകളുടെയും പങ്കാളിത്തം ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്ന ആദർശങ്ങൾ സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളെ ആഴത്തിൽ പ്രതിധ്വനിപ്പിക്കുന്നുവെന്ന അപ്പസ്തോലിക് ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലെയോപോൾഡോ ജെറെല്ലി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികൾക്കിടയിലും വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, മാനുഷിക വികസനം എന്നിവയിലൂടെ രാജ്യത്തിന് സഭ നിസ്തുല സംഭാവന നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാഗത പ്രസംഗം നടത്തവേ CBCI സമ്മേളനത്തിൽ വിശ്വാസവും രാഷ്ട്രവും ഇന്ത്യയുടെ ഭരണഘടനാ ദർശനത്തിന് സഭയുടെ സാക്ഷി എന്ന വിഷയത്തിൽ നടക്കുന്ന മുഖ്യ ചർച്ചകൾ ഐക്യം, സാഹോദര്യം, പൊതുനന്മ തുടങ്ങിയവയോടുള്ള സഭയുടെ നിതാന്ത പ്രതിബദ്ധത എടുത്തു പറയുന്നുവെന്ന് CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ റവറന്റ് ഡോക്ടർ മാത്യു കോയിക്കൽ പറഞ്ഞു. ലയോ 14 മാർപ്പാപ്പയുടെ സന്ദേശം CBCI വൈസ് പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോർജ് അന്തോണിസ്വാമി വായിച്ചു. CBCIയുടെ 2024-26 വർഷത്തെ റിപ്പോർട്ട് സെക്രട്ടറി ജനറൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ അനിൽ കൂട്ടോ അവതരിപ്പിച്ചു. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നിയമിതരായ 31 ബിഷപ്പുമാരെ സമ്മേളനത്തിൽ അപ്പസ്തോലിക് ന്യൂൻഷോ ഷാൾ അണിയിച്ചും മെമ്മന്റോ നൽകിയും അനുമോദിച്ചു. CBCI വൈസ് പ്രസിഡന്റ് ബിഷപ്പ് ജോസഫ് മാർ തോമസ് നന്ദി പറഞ്ഞു. സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ പഠിക്കാനായി നിയോഗിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യവുമായി നിയമസഭയിൽ ഇടതുമുന്നണി അംഗം ജോബ് മൈക്കിൾ. സബ്മിഷനായാണ് ചങ്ങനാശ്ശേരി MLA ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിച്ചത്. എന്നാൽ റിപ്പോർട്ട് പുറത്തുവിടുന്നത് സംബന്ധിച്ച് ഒരു കാര്യവും സബ്മിഷന് മറുപടി നൽകിയ ന്യൂനപക്ഷ ക്ഷേമകാര്യമന്ത്രി അബ്ദുറഹ്മാൻ സഭയിൽ അറിയിച്ചില്ല. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ 284 പ്രധാന ശുപാർശകളും 45 ഉപശുപാർശകളുമാണ് ഉള്ളതെന്നും ഈ ശുപാർശകൾ 36 വകുപ്പുകൾ മുഖേന നടപ്പാക്കേണ്ടതാണെന്നും മന്ത്രി പറഞ്ഞു. 17 വകുപ്പുകൾ ലഭ്യമായ ശുപാർശ പൂർണ്ണമായും 17 വകുപ്പുകൾ ഭാഗികമായും നടപ്പിലാക്കി. നിലവിൽ പ്രാബല്യത്തിലുള്ള കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ, ചട്ടങ്ങൾ, കോടതി ഉത്തരവുകൾ എന്നിവയിൽ മാറ്റം വരുത്തിയാലോ മറ്റു വകുപ്പുകളിൽ നിന്നും സമ്മതപത്രം ലഭ്യമാക്കിയാലോ നടപ്പാക്കാൻ കഴിയുന്നവയും സാമ്പത്തിക ബാധ്യത ഉണ്ടാവുന്ന പക്ഷം അത് പരിഹരിക്കുന്നതിന് ഫണ്ട് വകയിരുത്തുകയോ ചെയ്യേണ്ട ശുപാർശകളും മാത്രമാണ് നടപ്പിലാക്കാൻ ബാക്കിയുള്ളതെന്നാണ് മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയത്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നടപ്പാക്കേണ്ടതെന്ന് JB കോശി കമ്മീഷൻ നൽകിയ 40 ശുപാർശകളിൽ 33 എണ്ണവും നടപ്പാക്കിയതായി മന്ത്രി വ്യക്തമാക്കി. റവന്യൂ വകുപ്പ് നടപ്പാക്കേണ്ട 47 ശുപാർശകളിൽ 14 എണ്ണം നടപ്പാക്കിയതായാണ് മന്ത്രി നിയമസഭയെ അറിയിച്ചത്. 35 വകുപ്പുകളിലായി 220 ശുപാർശകൾ നടപ്പിലാക്കിയെന്നുമാണ് മന്ത്രി സബ്മിഷന് മറുപടിയായി നൽകിയ രേഖയിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ എന്തൊക്കെയാണ് നടപ്പിലാക്കിയതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്ന് മാത്രമല്ല, ജസ്റ്റിസ് JB കോശി റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിലും മന്ത്രി നിയമസഭയിൽ ഒരു പരാമർശവും നടത്തിയില്ല. സിംഗപ്പൂർ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് ഡിസൈനിൽ ജനുവരി 22, 23 തീയതികളിൽ സംഘടിപ്പിച്ച റോബോറോസ് സിംഗപ്പൂർ 2026 രാജ്യാന്തര റോബോട്ടിക്സ് മത്സരത്തിൽ മടമ്പം PKM കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ 13 പേർ പങ്കെടുത്തുകൊണ്ട് ചരിത്രം കുറിച്ചു. റോബോട്ടിക്സ് മേഖലയിലെ ഇത്തരമൊരു രാജ്യാന്തര മത്സരത്തിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ ആദ്യത്തെ B.Ed കോളേജ് എന്ന അഭിമാനകരമായ നേട്ടം ഇതോടെ PKM കോളേജിന് സ്വന്തമായി. 7 രാജ്യങ്ങളിൽ നിന്നായി 380ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തതിൽ ഏക അധ്യാപക പരിശീലന കേന്ദ്രവും PKM കോളേജ് ആയിരുന്നു. സൃഷ്ടി റോബോട്ടിക്സ് ഡയറക്ടർ പദവി വഹിക്കുന്ന സുനിൽ പോൾ സാറിന്റെ നേതൃത്വത്തിലാണ്
കേരളത്തിൽ നിന്നുള്ള ടീമുകൾ ഈ വലിയ വേദിയിലേക്ക് എത്തിയത്. IEE/OESന്റെ കൂടി സഹകരണത്തോടെയാണ് അദ്ദേഹം ടീമുകളെ നയിച്ചത്. PKM കോളേജ് ഓഫ് എഡ്യൂക്കേഷനും സൃഷ്ടി റോബോട്ടിക്സും തമ്മിലുള്ള ക്രിയാത്മകമായ സഹകരണത്തിന്റെ ഫലമായാണ് ഈ നേട്ടം സാധ്യമായത്. STEM at PKM എന്ന പദ്ധതി കഴിഞ്ഞ വർഷമാണ് PKM കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ ഇരിക്കൂർ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തിരുന്നത്. കോളേജിലെ STEM മെന്റേഴ്സ് at PKM, STEM at Schools #PKM എന്നീ 2 ടീമുകളാണ് സിംഗപ്പൂരിൽ കോളേജിനെ പ്രതിനിധീകരിച്ചത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ ശാസ്ത്ര സാങ്കേതിക അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള പരിശീലന പരിപാടികളുടെ തുടർച്ചയായാണ് ഈ രാജ്യാന്തര പ്രാതിനിധ്യം. ഡോക്ടർ ജെസ്സി NCയുടെ നേതൃത്വത്തിൽ 2 ടീമുകൾ PKM കോളേജിൽ നിന്നും മത്സരത്തിൽ പങ്കെടുക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഡോക്ടർ പ്രശാന്ത് മാത്യു നയിച്ച STEM മെന്റേഴ്സ് at PKM ടീമിൽ 2ാം വർഷ വിദ്യാർത്ഥികളായ അക്ഷയ് സിബി, അനീന ചാക്കോ, റിയ സുനിൽ, ആഷ്ലി ജോസഫ്, ആശ മേരി ജോസ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഡോക്ടർ സിനോജ് ജോസഫ് നയിച്ച STEM at Schools #PKM എന്ന ടീമിൽ 1ാം വർഷ വിദ്യാർത്ഥികളായ ജ്വാല തോമസ്, എബീന തോമസ്, ശിഖാദേവ്, ദീക്ഷിത ടി, ജേക്കബ് പ്രശാന്ത് എന്നിവരാണ് ഉണ്ടായിരുന്നത്. മത്സരത്തിനിടെ പ്രശസ്ത റോബോട്ടിക്സ് വിദ്യാഭ്യാസ വിദഗ്ധയും UC സാൻ ഡിഗോയിലെ പ്രൊഫസറുമായ എമി എഗൂച്ചിയുമായി വിദ്യാർത്ഥികൾ സംവദിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൊണ്ടുവരുന്ന വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കാൻ ഇത് വിദ്യാർത്ഥികൾക്ക് വലിയ അവസരമായി. ഭാവി ലോകത്ത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്നിവയുടെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു ഈ മത്സരം. പ്രശ്നപരിഹാര ശേഷിയും ക്രിയാത്മക ചിന്തയും വളർത്തുന്നതിലൂടെ ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാണ് STEM വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമിടുന്നത്. അധ്യാപക പരിശീലന രംഗത്ത് സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്താമെന്ന് തെളിയിച്ച ഈ യാത്ര വിദ്യാർത്ഥികൾക്ക് മികച്ച ആത്മവിശ്വാസവും പുതിയ അനുഭവങ്ങളുമാണ് സമ്മാനിച്ചത്. ഉഴവൂർ സെയിന്റ് സ്റ്റീഫൻസ് കോളേജിൽ 2020 മുതൽ എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്ന അന്തർദേശീയ കോൺഫറൻസ് ക്വേഷ്യോ 26ന്റെ ഉദ്ഘാടനം മഹാത്മാഗാന്ധി സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ ബിസ്മി ഗോപാലകൃഷ്ണൻ കോളേജ് എഡ്യൂക്കേഷൻ തിയേറ്ററിൽ വെച്ച് നിർവഹിച്ചു. ഡിജിറ്റൽ യുഗത്തിലെ നവീകരണം, സംസ്കാരം, ഉത്തരവാദിത്തങ്ങൾ എന്ന പൊതുപ്രമേയത്തിൽ അധിഷ്ഠിതമായി കോളേജ് റിസർച്ച് സെല്ലും IQACയും DCDC മഹാത്മാ യൂണിവേഴ്സിറ്റിയും കാരിത്താസ് ഹോസ്പിറ്റലും കോളേജിലെ 8 ഡിപ്പാർട്ട്മെന്റുകളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കോൺഫറൻസിൽ ഫെബ്രുവരി 5, 6 തീയതികളിൽ ഇന്ത്യക്കകത്തും വിദേശങ്ങളിൽ നിന്നുമായി 100-ലധികം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. കോളേജ് മാനേജർ ഫാദർ ഇബ്രാഹിം പറമ്പേട്ട് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഒരു റിസർച്ച് ഡിപ്പാർട്ട്മെന്റായി ഉയർത്തപ്പെട്ടതിന്റെയും കോളേജിൽ ആരംഭിക്കുന്ന റിസർച്ച് കൺസൾട്ടൻസി സെല്ലിന്റെയും ഔദ്യോഗിക ഉദ്ഘാടനവും കോളേജ് ലൈബ്രറിയൻ ജസ്മുദൻ S രചിച്ച 2 പുസ്തകങ്ങളുടെ പ്രകാശനവും നടത്തപ്പെട്ടു. തദവസരത്തിൽ സെയിന്റ് സ്റ്റീഫൻസ് കോളേജും ലോർ ആൻഡ് എഡ് റിസർച്ച് അസോസിയേറ്റ്സും തമ്മിലുള്ള MOയോടുകൂടി ഒപ്പുവെക്കപ്പെട്ടു. പ്രിൻസിപ്പൽ ഡോക്ടർ സിൻസി ജോസഫ്, ഡോക്ടർ അജിത് വേണുഗോപാലൻ, ഡോക്ടർ മെർലി കെ പുന്നൂസ് എന്നിവർ യോഗത്തെ അഭിസംബോധന ചെയ്തു. ക്നാനായ് കാത്തലിക് അസോസിയേഷൻ ഓഫ് സൗത്ത് ഫ്ലോറിഡയുടെ ആഭിമുഖ്യത്തിൽ ക്നാനായ് കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് നടത്തപ്പെട്ട KCCNA കൺവെൻഷൻ കിക്ക് ഓഫും പുതുവത്സരാഘോഷവും ശ്രദ്ധേയമായി. ജസ്മോൻ പടിയാനിക്കലിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ഗീതം പാടിക്കൊണ്ട് സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. സെക്രട്ടറി മഞ്ജു വെളിയന്തറയിൽ MC ആയിരുന്നു. സമ്മേളനത്തിൽ KCASF പ്രസിഡന്റ് എബി തെക്കനാട്ട് അധ്യക്ഷത വഹിച്ചു. 16ാമത് KCCNA കൺവെൻഷന്റെ ആതിഥേയത്വം വഹിക്കുവാൻ കഴിയുന്നതിൽ മിയാമിയിലെ ക്നാനായ് സമൂഹത്തിന് അഭിമാനമുണ്ടെന്ന് പ്രസിഡന്റ് എബി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. KCCNA പ്രസിഡന്റ് ജെയിംസ് ഇല്ലിക്കൽ ഭദ്രദീപം കൊളുത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KCCNA കൺവെൻഷൻ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുവാൻ എല്ലാ സമുദായാംഗങ്ങളുടെയും സഹായ സഹകരണങ്ങൾ അദ്ദേഹം അഭ്യർത്ഥിച്ചു. KCCNA മുൻ പ്രസിഡന്റ് ജോർജ് ആൻഡ് ജിജി നെല്ലാമറ്റം, സിബി ആൻഡ് ഷീന ചാണാശ്ശേരി എന്നിവരിൽ നിന്നും മെഗാ സ്പോൺസർഷിപ്പ് സ്വീകരിച്ചുകൊണ്ട് KCCNA പ്രസിഡന്റ് ജെയിംസ് ഇല്ലിക്കൽ കൺവെൻഷൻ കിക്ക് ഓഫ് ചെയ്തു. മിയാമി ക്നാനായ അസോസിയേഷൻ സംഘടിപ്പിച്ച കൺവെൻഷൻ കിക്ക് ഓഫ് പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ജോർജ് നെല്ലാമറ്റം ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു. KCCNA കൺവെൻഷൻ വൈസ് ചെയർപേഴ്സൺ സിബി ചാണശ്ശേരിൽ ഓഗസ്റ്റ് 6 മുതൽ 10 വരെ നടത്തപ്പെടുന്ന കൺവെൻഷനെ കുറിച്ച് വിശദീകരണം നൽകുകയുണ്ടായി. മിയാമി യൂണിറ്റിൽ നിന്നും കൺവെൻഷനിലേക്ക് നിരവധി കുടുംബങ്ങൾ രജിസ്റ്റർ ചെയ്തു. KCCNA RVP അരുൺ പവത്തിൽ ഏവർക്കും സ്വാഗതവും കിഡ്സ് ക്ലബ് കോർഡിനേറ്റർ നിക്സൺ പ്രാലേൽ കൃതജ്ഞതയും പറഞ്ഞു. കൺവെൻഷൻ കൺവീനർമാരായ സഞ്ജയ് നടുപ്പറമ്പിൽ, റോജി കണിയാമ്പറമ്പിൽ, മനോജ് താനത്ത്, KCASF വൈസ് പ്രസിഡന്റ് രാജൻ പടവത്തിൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഭാരവാഹികളായ റോഷ്നി കണിയാമ്പറമ്പിൽ, സിമി താനത്ത്, സിംല കൂവപ്ലാക്കൽ, ദീപു കണ്ടാരപ്പള്ളിൽ എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി. SSLC ഇംഗ്ലീഷ് പരീക്ഷയിൽ വിദ്യാർത്ഥികളുടെ നെഞ്ചെടുപ്പുയർത്തുന്ന വ്യാകരണ ചോദ്യങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ 10ലെ മുഴുവൻ കുട്ടികൾക്കും വർക്ക് ബുക്ക് തയ്യാറാക്കി മേരിലാൻഡ് സ്കൂൾ. പുതിയ പാഠപുസ്തകങ്ങൾ അടിസ്ഥാനമാക്കി പരിഷ്കരിച്ച ചോദ്യപേപ്പർ ഘടനയനുസരിച്ച് പരീക്ഷ എഴുതുവാൻ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ആശങ്കകൾ അകറ്റുന്നതാണ് ഈ പഠന സഹായി. 10ാം തരത്തിലെ മുഴുവൻ വ്യാകരണ ഭാഗങ്ങളും
വിവിധ പഠന പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾക്ക് സ്വായത്തമാകുന്ന രീതിയിലാണ് പുസ്തകം തയ്യാറാക്കിയത്. സംസ്ഥാന പാഠപുസ്തക രചനാ സമിതി അംഗവും സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനുമായ ലിബിൻ കെ കുര്യൻ, ഇംഗ്ലീഷ് അധ്യാപിക മേരി സേവ്യർ എന്നിവരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പുസ്തകം കുട്ടികൾക്ക് ഉത്തരങ്ങൾ രേഖപ്പെടുത്താവുന്ന വർക്ക്ഷീറ്റുകളുടെ സമാഹാരം എന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മാതൃകാ ചോദ്യപേപ്പറും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ അക്കാദമിക വർഷത്തെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയ വർക്ക് ബുക്ക് സ്കൂൾ അസംബ്ലിയിൽ നടന്ന ചടങ്ങിൽ പ്രഥമാധ്യാപകൻ ഷാജു ജോസഫ് പ്രകാശനം ചെയ്തു. 10ാം ക്ലാസ്സിലെ ലീഡർമാർ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. റൈറ്റ് അറ്റ് റൈറ്റ് എന്ന പേരിട്ടിരിക്കുന്ന ഈ വർക്ക് ബുക്ക് അസ്ക്യ ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ സഹകരണത്തോടെ KCYL മലബാർ റീജിയണിന്റെ നേതൃത്വത്തിൽ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി KCYL മലബാർ റീജിയൻ പൂർവ്വ നേതൃത്വ സംഗമവും ഡയറക്ടേഴ്സ് ആൻഡ് അഡ്വൈസേഴ്സ് മീറ്റും ശ്രീപുരത്ത് വെച്ച് നടത്തപ്പെട്ടു. KCYL മലബാർ റീജിയൻ ഡയറക്ടർ തോമസ് ചാക്കോ പതാക ഉയർത്തി. KCYL മലബാർ റീജിയൻ സെക്രട്ടറി അലൻ ബിജു കാട്ടാമല സ്വാഗതം പറഞ്ഞു. മലബാർ റീജിയൻ ചാപ്ലൈൻ ഫാദർ സൈജു മേക്കര ആമുഖ പ്രഭാഷണം നടത്തി. KCYL മലബാർ റീജിയൻ പ്രസിഡന്റ് ജാക്സൺ സ്റ്റീഫന്റെ നേതൃത്വത്തിൽ KCYL മലബാർ റീജിയൻ പ്രസിഡന്റ് ജാക്സൺ സ്റ്റീഫന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഉദ്ഘാടനം ചെയ്തു. മുൻകാല മലബാർ റീജിയൻ സമിതി അംഗങ്ങളായ PS ജോസഫ് പുതുകുളത്തിൽ, സിസ്റ്റർ സജിത SJC, സിസ്റ്റർ ജിൻസി SVM, NC തോമസ് നെല്ലിക്ക കണ്ടത്തിൽ എന്നിവർ പ്രസംഗിച്ചു. KCYL മലബാർ റീജിയൻ സിസ്റ്റർ അഡ്വൈസർ സിസ്റ്റർ സുനി SVM നന്ദി പറഞ്ഞു. KCYL സംഘടന ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയത്തിൽ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ പിതാവുമായി മുൻകാല ഭാരവാഹികളും ഡയറക്ടേഴ്സും അഡ്വൈസറും ചർച്ചകൾ നടത്തി. അതോടൊപ്പം ഇന്ററാക്റ്റീവ് സെഷനും നടത്തപ്പെട്ടു. കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന തയ്യൽ മിത്ര പദ്ധതിയുടെ ഭാഗമായി തയ്യൽ മെഷീൻ യൂണിറ്റുകൾ വിതരണം ചെയ്തു. തെള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തയ്യൽ മെഷീൻ യൂണിറ്റുകളുടെ വിതരണോദ്ഘാടനം കോട്ടയം അതിരൂപത വികാരി ജനറൽ റവറന്റ് ഫാദർ തോമസ് ആനിമൂട്ടിൽ നിർവഹിച്ചു. അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി OA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ, പ്രോഗ്രാം ഓഫീസർ സിജോ തോമസ്, കോർഡിനേറ്റർമാരായ ബെസ്സി ജോസ്, മേരി ഫിലിപ്പ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സ്വയം തൊഴിൽ സംരംഭങ്ങളിലൂടെ ഉപവരുമാന സാധ്യതകൾക്ക് വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ഉഷ കമ്പനിയുടെ ബന്ധൻ കോമ്പോസിറ്റ് മോഡൽ തയ്യൽ മെഷീൻ യൂണിറ്റുകളാണ് വിതരണം ചെയ്തത്. അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.